നമസ്കാരം ഗായ്സ്. അപ്പോൾ ന്യൂ ഇയർ നൈറ്റ് ആയിട്ട് ഞങ്ങൾ ന്യൂ ഇയർ പാർട്ടി ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് നോക്കിയത്. അങ്ങനെ അവസാനം കഴിയമ്പുറം ബീച്ചിൽ നടക്കുന്നുണ്ടെന്ന് പറയാം. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ ഇവിടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം പാപ്പനെ കത്തിക്കും. പിന്നെ ഇവിടെ മെയിനായിട്ട് എന്താ ഗുണം വെച്ചാൽ നമുക്ക് വേഗം എത്തിപ്പെടാനും പറ്റും. അതുപോലെ ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞാൽ വേഗം ഇവിടുന്ന് പോകാനും പറ്റും. ട്രാഫിക് വല്ലാണ്ട് ബ്ലോക്കായി കിട്ടില്ല. ബാക്കി എവിടെ പോയാലും നമ്മൾ ലോക്കാവും. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം 10-11 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ വലിയ പോസ്റ്റൊന്നും കിട്ടിയില്ല. അത്യാവശ്യം അവിടുത്തെ സ്റ്റാളുകളും മറ്റേ ജൈൻ വീലൊക്കെ അങ്ങനെ കറങ്ങി അങ്ങനെ വന്ന് ഒരു DJ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ന്യൂ ഇയറിൻ്റെ ഏകദേശം സമയമായിട്ട് അപ്പോൾ 12 മണിയായപ്പോൾ ഫയർ വർക്ക്സ് തുടങ്ങി. അപ്പോൾ ഫയർ വർക്ക്സിൻ്റെ കൂടെ തന്നെ പാപ്പന് ക്രിസ്മസ് പാപ്പന് സാൻഡനെയും കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലത്ത് ന്യൂ ഇയർ ഇതുപോലെ തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇനി ഈ വർഷം നന്നാവുമെന്ന് വിചാരിക്കണം. നന്നായേ എനിക്ക് കൊള്ളാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. അതുപോലെ എല്ലാവർക്കും ഈ വർഷം നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പാപ്പനെ ഫുള്ള് കത്തി തീരാൻ അധികം സമയം എടുത്തില്ല. അതുപോലെ ഈ വർഷം പെട്ടെന്ന് പോവാതിരുന്നാൽ മതിയായിരുന്നു. 2025 അത്രയും പെട്ടെന്ന് ഓടി. എന്തായാലും ഈ വർഷം നല്ല രീതിക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അടുത്ത വർഷം ഇവിടെ തന്നെ വരണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നല്ലൊരു കമ്മിറ്റി പരിപാടി എല്ലാം ആയിരുന്നു. എന്തുകൊണ്ടും ഞാൻ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഈ വർഷം തുടങ്ങിയത് നല്ല രീതിക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് എന്നാ പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വക ന്യൂ ഇയർ ആശംസകൾ. ഓക്കെ, ബൈ.